do you think Islam Makhachev is running from Ilia Topuria? ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ഇസ്ലാം ഈസ് നോട്ട് ഫിയർഡ് അബൌട്ട് എനിവൺ. ഹബീബിനെ എന്തുകൊണ്ട് ഗോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ലാന്ന്. ഓക്കെ 29 ഓയാണ്, പക്ഷേ ഈ 29 ഓൾമോസ്റ്റ് 16 ഫൈറ്റ് റഷ്യയിൽ എവിടെയോ പോയി ഫൈറ്റ് ചെയ്തതാണ്. റിലീജിയസ് ഫാൻസും ആന്റി റിലീജിയസ് ഫാൻസും. അതായത് ഇപ്പൊ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു കാരണം അവൻ ഈ മതമാണ്, ഇപ്പൊ ഞാൻ ഇയാളെ വെറുക്കുന്നു ബിക്കോസ് അവൻ ഈ മതമാണ്. സോ ഒരുവിധം എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിനകത്തെല്ലാം ഞാൻ MMA പറ്റി ഇങ്ങനെ ഘോരം സംസാരിക്കുന്നത് മാത്രമേ ഇൻസ്റ്റാഗ്രാമിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവുള്ളൂ. സോ നമ്മുടെ നാട്ടിൽ UFC അല്ലെങ്കിൽ MMA അത്രയ്ക്ക് ഫേമസ് അല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി ആ ഒരു അങ്ങനത്തെ 1-2 വീഡിയോസിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവുള്ളൂ. ആക്ച്വലി MMA നേർഡ്സ് ഉണ്ട്. MMA എന്ന് പറഞ്ഞിട്ട് ഈവൻ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സ്പോർട്ടിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു മച്ചാനാണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അനന്തു ഫ്രം പോളണ്ട്. നമ്മുടെ പോളണ്ട് അനന്തു എന്ന് വിളിക്കുന്ന അനന്തു മച്ചാൻ. അനന്തു, എങ്ങനെയാണ് ഈ ഒരു സ്പോർട്ടിനെ പറ്റി അറിഞ്ഞത്? എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ഗ്രൂപ്പെല്ലാം കാണുന്ന സമയത്ത് 24 മണിക്കൂർ തന്നെ അതിനകത്ത് കാണും. 1 മണിക്ക് ഇരുന്ന് മെസ്സേജ് അയച്ചാൽ പോലും അതിനകത്ത് ഓൺലൈനായിട്ട് കാണും. ഈവൻ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ ഇല്ല. POCയുടെ ഗ്രൂപ്പിനകത്തൊരു മെസ്സേജ് വന്നാൽ അതിനൊരു റിപ്ലൈ കിട്ടും. എങ്ങനെയാണ് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു സ്പോർട്ടിലേക്ക് എത്തിയത്? ആൻഡ് അനന്തയുടെ ബേസ് എന്താണ്? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നത്? സോ ആക്ച്വലി ഞാൻ ഒരു 7 വർഷമായിട്ട് പോളണ്ടിലായിരുന്നു. ഒരു 2017 സമയത്താണ് ഞാൻ പോളണ്ടിൽ പോയത്. അപ്പം ഏകദേശം ആ ടൈം മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പേ നമ്മൾ UFC കാണുമായിരുന്നു. പക്ഷെ നമുക്ക് എന്താണ് MMA അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു WWE കാണുന്ന ഒരു ഇതിലാണ് നമ്മൾ UFC കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഇപ്പം ജുജിറ്റ്സു ഉണ്ട്, അല്ലെങ്കിൽ റെസ്ലിംഗ് ഉണ്ട്, മുയ്തായി ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, കിക്ക് ബോക്സിംഗ് ഉണ്ട്. ഇതൊക്കെ അറിയുമെന്ന് പറഞ്ഞാൽ 2012 ശേഷമാണ്. അപ്പം അതിന് നമ്മൾ എന്നാ പറഞ്ഞ ഒരു വ്യൂവർ നമ്മൾ ഇതെല്ലാം കാണുമായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത് ഞാനൊരു പോളണ്ടിലേക്ക് പോയി കഴിഞ്ഞാണ്. പോളണ്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ഒരു നൈറ്റ് ക്ലബിൻ്റെ ഒരു റണ്ണറായിട്ട് വർക്ക് ചെയ്യുകയാണ്. റണ്ണർ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ജസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് വെയിറ്റർമാരായിരുന്നു ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് ജസ്റ്റ് വാഷ്റൂമിൽ കൊണ്ട് കൊടുക്കുക കഴുകാൻ വേണ്ടി. അതാണ് റണ്ണറിൻ്റെ ജോലി. അപ്പം ആ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു സെലക്ടർ ഉണ്ട്. സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബിൻ്റെ സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ആളിരിക്കും. അപ്പം അയാളാണ് നിർണ്ണയിക്കേണ്ടത്. ഓക്കെ, ഇയാൾ ഫിറ്റ് ഫോർ ദ ക്ലബ്, ഇയാൾ ക്ലബിലേക്ക് മേളിൽ കയറാൻ ഫിറ്റ് ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഒരാളാണ് സെലക്ടർ. അപ്പം അതുപോലത്തെ ഒരാൾ നമ്മുടെ ഉണ്ട്, മിഹോവായ് എന്നാണ് പേര്. അപ്പം പുള്ളി ഒരു ദിവസം കണ്ണിലിവിടെ ചുമന്ന് വന്ന് അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു അത് ഇന്നലെ ഞങ്ങൾ MMA ട്രെയിനിങ് ഉണ്ടായിരുന്നു, അത് പറ്റിയാന്ന് പറഞ്ഞു. MMA എന്ന് പറഞ്ഞാൽ മിക്സഡ് മാർഷൽ ആർട്സ് ഇങ്ങനെ ഇതാണ്. UFC കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു. ഓക്കെ, UFC കാണാറുണ്ട്, ഞാൻ പണ്ട് പോലെ ചെറുപ്പം മൂലേ കാണാറുണ്ട് UFC എന്ന് പറഞ്ഞു. അപ്പോൾ UFC ചെറുപ്പം മൂലേ കാണാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ ഇതെന്താണ് പരിപാടി, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രാക്ടീസിങ് എങ്ങനെയാണ് പറഞ്ഞു. WCA, അതായത് ഇപ്പോഴത്തെ ലൈറ്റ് വെയ്റ്റ് എക്സ് ചാമ്പ്യൻ യാൻ ബൊഹോവിച്ച് ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു ക്ലബ്ബായിരുന്നു വാർസോയിൽ. അപ്പം ഞാൻ ഒരു ദിവസം പോയി കണ്ടു, എന്താണ് MMA എന്ന് കൂടുതൽ പഠിച്ചു. പണ്ട് WWE എന്ത്, UFC എന്ത്, ഇതിന്റെ ഡിഫറൻസ് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ആക്ച്വലി അന്ന് തൊട്ടിട്ട് അവിടെ ചേർന്നു. ഇപ്പം MMA എന്ന് പറയുമ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസ് പറയുന്ന സമയത്തും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഇവൻ ജോൺ ജോൺസിനൊക്കെ അറിയാത്തവരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ മേ ബി ലെറ്റ്സ് കൺസിഡർ ദാറ്റ് അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവാം. അപ്പം അതിൻ്റെ ഒരു ബേസ് നമുക്ക് മനസ്സിലാക്കി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ കൂടുതൽ കാര്യത്തിലേക്ക് സംസാരിക്കാം. സോ എനിക്ക് ആദ്യം പറയേണ്ടത് MMA എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ന്യൂവർ സ്പോർട്ടാണ് കമ്പയർ ടു അതർ സ്പോർട്സ്. അഗൈൻ എസ്പെഷ്യലി ടു ഇന്ത്യ. അപ്പം സോക്കർ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഇറ്റ് വാസ് ലൈക്ക് കുറച്ചധികം ഉപയോഗിക്കാൻ പാടില്ല ആക്ച്വലി. നേർഡ്സിനോട് സംസാരിക്കുന്ന സമയത്ത് യു ഹാവ് ടു ബി റിയലി സ്പെസിഫിക്. അഗൈൻ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് ടോപ്പിക് ആൻഡ് അഗൈൻ. അപ്പം നമുക്ക് ഇന്ത്യയുടെ കേസ് തന്നെ പറയാം. ഇന്ത്യൻ ഓഡിയൻസിന് MMA പറ്റി ഒരു പരിധിയിൽ കൂടുതൽ അവയർനെസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ള ആൾക്കാരുണ്ട്, കാഷ്വൽസ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഐ മീൻ ഇപ്പം ഖബീബായിട്ടും കോണർ മെക്ഗ്രഗറായിട്ടും കൊണ്ടുവന്ന ആ ഫെയിമിനകത്ത് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ ദേ ഡോണ്ട് ഹാവ് എ ഡീപ്പ് നോളജ് ഓഫ് വാട്ട് MMA is. ഇനിയിപ്പോൾ MMA ഒരു കരിയറായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും അതെങ്ങനെ പോകണമെന്ന് പോലും ചിന്തിച്ചെത്താൻ പറ്റാത്ത ഒരു ഓഡിയൻസ് ആണ് ഒട്ടുമിക്ക ആൾക്കാരുള്ളത്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് അവർക്കൊരു പരിധിയിൽ കൂടുതൽ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ അത് തുടങ്ങുന്നതിന് മുമ്പ് വേർഡ് ഡു യു തിങ്ക് കറണ്ട് ഇന്ത്യൻ ഓഡിയൻസിൻ്റെ MMA നോളജ് ഈസ് ദെയർ? എത്രത്തോളമാണ്? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് 2-3 years ആയിട്ട് ഫാർ ബെറ്ററായി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അൻഷുൽ ജൂബിലി കേട്ടില്ലേ? അൻഷുൽ ജൂബിലി ആക്ച്വലി കാര്യം പറഞ്ഞാൽ UFC പോയി 2 കളി ഇപ്പം തോറ്റ് നിൽക്കുവാണ്. ബട്ട് സ്റ്റിൽ അൻഷുൽ ജൂബിലി ഫ്രെയിമിലേക്ക് വന്ന സ്ഥിതിക്ക് ഇപ്പം പൂജ ടൊമാർ അവളും ആക്ച്വലി ഫ്രെയിമിലേക്ക് വന്നു.
അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ത്യൻ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻസ് ആക്ച്വലി നേരത്തെ കുറച്ചും കൂടി ഐഡിയ ഉണ്ടായിരുന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവർ WWE ഫാൻസ് ആയിരുന്നു. അവിടുന്ന് ബ്രോക്ക് ലെസ്നർ എന്നൊരാൾ UFC മാറിയുകൊണ്ട് തന്നെ ഈ ഫ്രാങ്ക് മിയർ ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറേ WWE ഫാൻസ് UFC കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൗത്ത് ഇന്ത്യൻസിനെ അതിൽ കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ നോർത്ത് ഇന്ത്യൻസ് എസ്പെഷ്യലി ഈ ഉത്തരാഖണ്ഡ് UP ഒക്കെ ആ ഒരു ഏരിയ ആൾക്കാർ ഈ അൻഷുൽ ജൂബിലി UFC കയറിയ പിന്നെ ഒരുപാട് പേര് വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീജിയസ് ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് ഫാൻസും ആൻറ്റി റിലീജിയസ് ഫാൻസും. അതായത് ഇപ്പം ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു കാരണം അവൻ ഈ മതമാണ്, ഇപ്പം ഞാൻ ഇയാളെ വെറുക്കുന്നു ബിക്കോസ് അവൻ ഈ മതമാണ്. ഈ പറഞ്ഞൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ ഒരു MMA ഒരു ഇതിൽ ഒരു പ്രശ്നം. I wouldn't say that is particularly to India. Overall ശരിയാണ്, കറക്റ്റാണ്. that is there. ഇന്ത്യ മാത്രമല്ല. യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇപ്പം ഒരു എന്താ പറയുക, ഈ ഡിബേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മൈൻഡിലിരിക്കുന്ന കുറച്ച് മെയിൻ ടോപ്പിക്സ് ഉണ്ട് റൈറ്റ് നൗ, ഹോട്ടായിട്ടുള്ള ടോപ്പിക്സ്. അതിനകത്ത് ഒരെണ്ണം എനിക്ക് ചോദിക്കാനുള്ളത് ഇല്യ ടൊപ്പേരിയ, വൺ ഓഫ് ദി മോസ്റ്റ് ഡോമിനേറ്റിംഗ് ചാമ്പ്യൻസ് ദാറ്റ് എവർ ലിവ് ദി എർത്ത് ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എവർ. സോ ആള് ലൈറ്റ് വെയിറ്റിലേക്ക് കയറിയായിരുന്നു ടു ഫൈറ്റ് ഇസ്ലാം മാക്കച്ചെഫ്, ഓഫ് കോഴ്സ്. So my question is, do you think Islam Makhachev is running from Ilia Topuria? ഓക്കെ, സോ അവിടെ രണ്ട് ടൈംസ് ഉപയോഗിക്കാം. ചില ആൾക്കാർ ഫിയേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പേടിച്ചോടിയെന്ന് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ഇസ്ലാം ഈസ് നോട്ട് ഫിയർഡ് അബൌട്ട് എനി വൺ. എക്സാക്ട്ലി. അതെ, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഈ ഇസ്ലാം ആരെയും ഭയപ്പെടുന്നില്ല. പക്ഷേ ഞാൻ അവനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഓക്കെ ചില സിനാരിയോയിൽ ഹൈ റിസ്ക് ലോ റിവാർഡ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഇപ്പം ജോൺ ജോൺസ് എന്തുകൊണ്ട് ടോമസ് മുല്ലർ ഡക്ക് ചെയ്യുന്ന സബ്ജക്ട് അത് നമുക്ക് അതിലേക്ക് വരാം നമുക്ക്. ബട്ട് സ്റ്റിൽ ഈ സെയിം സിനാരിയോ ആണ് ഇലിയ ഇസ്ലാമിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അവന് സെക്കൻഡ് ബെൽറ്റിലേക്ക് പോകണമെന്ന് പുള്ളി കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. ഇത് ഇന്നലെ ഇപ്പോൾ ഇലിയ വന്നുകൊണ്ട് പറയുന്ന സംഭവമല്ല, അതിന് മുമ്പേ ഇസ്ലാം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ സെക്കൻഡ് ബെൽറ്റിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ടെന്നുള്ള സംഭവം. അപ്പം തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ന്യായമാണ്. ബട്ട് അതേ സെയിം സമയത്ത് ഇപ്പം ചേൽസോനൻ ലാസ്റ്റ് ദിവസം പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അതായത് ഇസ്ലാമിൻ്റെ ഒരു കോട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇസ്ലാമിൻ്റെ ഒരു കോട്ട് വാളിൽ എഴുതിയിട്ടുണ്ട്. അതായത് 155 പൗണ്ട് വെയിറ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട് വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു കൈൻഡ് ഓഫ് അങ്ങനെ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ആ കോട്ടിനെ ആസ്പദമാക്കി പുള്ളിയെ കൊവാഡ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഇസ്ലാം ഇലിയനെ ഭയക്കുന്നില്ല. പക്ഷേ അതൊരു ഹൈ റിസ്ക് ലോ റിവാർഡ് ആണ്. ബിക്കോസ് ഇപ്പം ഇലിയായിട്ട് ജയിച്ചു, എന്താണ് ഇസ്ലാമിൽ നേടാനുള്ളത്? ജസ്റ്റ് 1 more ടൈറ്റിൽ ഡിഫൻസ്. അതേസമയം ഇലിയക്കോ പൗണ്ട് ഫോർ പൗണ്ട് കിങ്ങിനെ തോൽപ്പിച്ചു. അതാണ്. അപ്പൊ ഇലിക്കാണ് അവിടെ ബെനിഫിറ്റ് നോക്കുന്ന സമയത്ത് ഡബിൾ 2 ഡിവിഷൻ ചാമ്പ്യൻ ആവുന്നു അത് ഇലിയ. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിന് ഹൈ റിസ്ക് ലോ റിവാർഡ് ആണ്. പക്ഷെ ഇലിയെ സംബന്ധിച്ച് അത് ഹൈ റിസ്ക് ആണ് പ്ലസ് ഹൈ റിവാർഡ് ആണ്. നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിനെ തന്നെ ഒഫെൻഡ് ചെയ്യുക, എന്നിട്ട് അതിനകത്തൊരു സംസാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് ദാറ്റ് ഐ തിങ്ക് വി ഡു അഗ്രി. എന്നാലും അടുത്തൊരു സംഭവം ചോദിക്കുകയാണ് ഓൺ സെയിം ടോപ്പിക്. ഇസ്ലാം ഈസ് മൂവിങ് അപ്പ് എ വെയിറ്റ് ക്ലാസ് ടു വിൻ അനദർ ബെൽറ്റ്. അങ്ങനെയാണെങ്കിൽ ഡു യു തിങ്ക് ഇസ്ലാം കുഡ് അച്ചീവ് ദാറ്റ് ബെൽറ്റ്? JDM അതാണ് ഒരു ടഫ്നെസ്. ഐ മീൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു MMA ആകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ദിമിത്രി ജോൺസൺ ഭയങ്കര സ്കിൽഡ് ഫൈറ്ററാണ്. പക്ഷേ പുള്ളി ഫോർ എക്സാമ്പിൾ ഇപ്പം അലക്സാണ്ടർ വോൾക്കനോസ്കിയായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേ ബി ആ ഒരു കാലിബറുള്ള ഒരു ഫൈറ്ററായിട്ട് ഒരു അപ്പർ വെയിറ്റ് ക്ലാസ്സിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തോൽക്കും. അപ്പം ആ ഒരു സെയിം ആണ് എനിക്ക് പറയാനുള്ളത്. JDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരി നാച്ചുറൽ മിഡിൽ വെയിറ്റ് ആണ്. അതായത് ഒരു 85 കിലോ 86 കിലോ വാക്കിംഗ് വെയിറ്റ് ഉള്ള ഒരാൾ. സമയം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 82 81 ആവാം. ബട്ട് സ്റ്റിൽ പുള്ളി 77 ആക്കി ഒരു ഹെൽത്തി ഇതിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഒരു 82 83 കട്ട് ചെയ്ത് നേരെ ഒരു 70 ആക്കുന്നു. ബട്ട് സ്റ്റിൽ ഇസ്ലാം ഇപ്പം ജമ്പ് ചെയ്യുന്ന 77ലേക്കാണ്. അപ്പോൾ ഇസ്ലാമിന് ആ ഒരു ഫ്രെയിമിലേക്ക് തിരിച്ചു അപ്പോൾ ഇസ്ലാം മിനിമം ഒരു 87 86 kg ആക്കണം വെയിറ്റ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം ഈ ഫ്രെയിം എന്നുള്ള സംഭവം ഒരു മാറ്റമാണ്. പിന്നെ നോക്കൗട്ട് പവർ ഒരു മിനിറ്റ് അതിനകത്ത് അഗൈൻ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സംഭവം ആളുടെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന വെയിറ്റിനെ പറ്റിയും ആള് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എത്തേണ്ട വെയിറ്റ് കാറ്റഗറീനെ പറ്റിയുമാണ്. സോ ഈ ഒരു സെയിം ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നത് വാസ് കബി വേഴ്സസ് കോണർ. അപ്പം ആ ഒരു ഇഷ്യൂനകത്ത് വി ബോത്ത് അഗ്രി ദാറ്റ് കോണർ ഈസ് എൻ അബ്സല്യൂട്ട് ഗുഡ് സ്ട്രൈക്കർ, നല്ല സ്ട്രൈക്കറാണ്. പക്ഷേ ഖബീബിൻ്റെ അടുത്ത് ആ ഒരു സ്ട്രൈക്കിങ്ങോ കാര്യങ്ങളോ ആൾക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ഓഫ് ദി ടേക്ക് ഡൗൺസ്, റൈറ്റ്? സോ ഡു യു തിങ്ക് ദാറ്റ് സെയിം തിങ് കുഡ് ഹാപ്പൻ ഓവർ ദെയർ?
ഇല്ല, ഒരിക്കലില്ല. ഐ മീൻ വിത്ത് JDM Yeah. ഓക്കെ, JDM ആയിട്ട് തീർച്ചയായിട്ടും സംഭവിക്കാം. കാരണം ഇലിയായിട്ട് ഞാൻ ഡിഫറൻസ് സിനോറിയാണ്, Okay. പക്ഷെ JDM ആയിട്ട് ഡിഫറെന്റ് ആണ്. ബിക്കോസ് JDM ആക്ച്വലി ഒരു പ്യുവർ ബോക്സറാണ്, ഒരു സ്ട്രൈക്കറാണ്. പുള്ളി ഇവിടെ ബോക്സിങ്, ഐ മീൻ ബലാലായിട്ടുള്ള ലാസ്റ്റ് മാച്ച് നമ്മൾ കണ്ടു. പുള്ളി സ്ട്രൈക്കിംഗ് വൺ ഓഫ് ദ എന്നാ പറയണ്ടേ ടോപ്പ് നോച്ച് സംഭവമാണ്, ഒന്നും പറയാനില്ല അതിൽ. പുള്ളി നല്ലോണം സ്ട്രൈക്ക് ചെയ്തു. ഐ മീൻ ഹെഡ് മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, ഡോഡ്ജിങ് ആയിക്കോട്ടെ, എല്ലാം ആക്ച്വലി നല്ല രീതിയിൽ പോയി. ബട്ട് സ്റ്റിൽ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു വെൻ യു മീറ്റ് എ ചെയിൻ റെസ്ലർ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ജസ്റ്റ് റെസ്ലർ എന്നുള്ള ടൈം ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഉസ്മാൻ പോലത്തെ ഒരു ഫൈറ്റർ ആണ് വന്നത്, കുഴപ്പമില്ല. പക്ഷേ ഇസ്ലാമിനെ പോലെ ഒരു റൗണ്ടിൽ 2 ഷൂട്ട് ചെയ്യാം, രണ്ടാമത്തെ റൗണ്ടിൽ 3 ഷൂട്ട് ചെയ്യാം, മൂന്നാമത്തെ റൗണ്ടിൽ 5 ഷൂട്ട് ചെയ്യാം, അങ്ങനെ കാലിബർ ഉള്ളൊരു റെസ്ലർ വരുമ്പോൾ അത് ടഫായിരിക്കും. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ലാസ്റ്റ് ദിവസം പുള്ളിയുടെ പേരണ ഗിൽബർട്ട് ബേൺസിന്റെ പോഡ്കാസ്റ്റ് കാണാൻ ഇടയുണ്ടായി. അപ്പം ഗിൽബർട്ട് ബേൺസിന്റെ പോഡ്കാസ്റ്റിൽ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് പുള്ളി ഇത്ര നാൾ ഫൈറ്റ് ചെയ്തതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ഹിറ്റർ JDM എന്നാണ് പറഞ്ഞത്. അപ്പം സ്റ്റിൽ ഒരു പഞ്ചർ ചാൻസ് എപ്പോഴും JDM ഉണ്ട്. ഇസ്ലാമിന്റെ ഡിഫെൻസീവ് സ്ട്രൈക്കിംഗ് നല്ലതാണ്, ബട്ട് സ്റ്റിൽ നല്ലൊരു പഞ്ചർ ചാൻസ് എപ്പോഴും JDM ഉണ്ട്. അപ്പോൾ ഒരു നോക്കൗട്ടിനോ അല്ലെങ്കിൽ ഒരു TKO, ഒരു ടെക്നിക്കൽ നോക്കൗട്ടിന് എപ്പോഴും ചാൻസ് ഉണ്ട്. സെയിം ഹാപ്പൻ വിത്ത് മെനി ഫൈറ്റേഴ്സ് ഓവർ ദ ടൈം. പക്ഷേ വേറെ കാര്യമുണ്ട്, ബലാൽ ആയിട്ട് ട്രൈ ചെയ്തപ്പോൾ JDMന്റെ ടേക്ക് ഡൗൺ ഡിഫൻസ് വളരെ നന്നായിരുന്നു. അതാ ശരിയാണ്. പക്ഷെ ലിയോണോടുള്ള പെർഫോമൻസ് ബലാലിന്റെ ഇംപ്രസീവ് ആയിരുന്നു. അപ്പൊ അതിനേക്കാളും ഇമ്പ്രൂവ് ആവാനാണ് ചാൻസ് ഉള്ളൂ ബലാല്. ബട്ട് സ്റ്റിൽ JDM എടുത്ത് വന്നപ്പം, ബിക്കോസ് JDM ഓൾറെഡി ക്യാമ്പിൽ പ്രിപ്പയർ ചെയ്ത് ആ രീതിയിലായിരിക്കും. ബിക്കോസ് എന്റെ അപ്പോണ്ട് ഫുൾ ടൈം ടേക്ക് ഡൗൺ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അതിനല്ലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇസ്ലാമിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, അതുപോലെ JDM കണ്ടിട്ടുണ്ട്. ഐ ഗെറ്റ് യു പോയിന്റ്. ഇതിനകത്ത് എനിക്ക് വരുന്നൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹബീബ് ഫൈറ്റ് ചെയ്ത സമയത്ത് എവറി സിംഗിൾ ഫൈറ്റർ ദാറ്റ് ഫേസ്ഡ് ഹിം ന്യൂ ദാറ്റ് ഹീസ് ഗോണ ടേക്ക് ഡൗൺ. ആള് ടേക്ക് ഡൗൺ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു, എല്ലാവരും പ്രിപ്പയർ ചെയ്തതും ഈസ് ടു പ്രിവെന്റ് ദാറ്റ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ ആയിട്ടിരുന്നില്ല. ഇസ്ലാമിൻ്റെ കേസിനകത്ത് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം ആളൊരു വിൻ ചെയ്യാന്നുള്ളത് മാത്രമല്ല, മോർ ഓഫ് ഒരു 3 എൻ്റർടൈൻമെൻറ്റ് ഫൈറ്റിനകത്തേക്കും കൂടെ ആൾ നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഹീസ് ഗോ ഫോർ എന്താ സ്ട്രൈക്കിംഗ് ആൻഡ് കാര്യങ്ങൾ. ഇപ്പം ലാസ്റ്റ് വോൾക്കനോസ്കിൻ്റെ ഫൈറ്റിനകത്തായി കഴിഞ്ഞാൽ പോലും ലൈക്ക് ദാറ്റ് വോൾക്കനോസ്കി ഷോഡ് us that Islam can be stopped. It is possible എന്നത് ഓൾമോസ്റ്റ് നോട്ട് ദി സെക്കൻഡ് ഫസ്റ്റ് ഇൻ ദി ഫസ്റ്റ് ഫൈറ്റ് ആ സംഭവം. സോ ചാൻസസ് ആർ ദർ. പക്ഷേ പ്രോബബിലിറ്റി വെച്ച് നോക്കുന്നത് ഐ വുഡൻറ്റ് ലീൻ ടു ദാറ്റ് സൈഡ്. ഇനി അതിനകത്ത് എനിക്ക് ഈ ഒരു സംഭവം നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനകത്ത് എനിക്കുള്ള വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഡോണ്ട് നോ എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല. ഇല്ലിയ വെയിറ്റ് കാറ്റഗറി മൂവ് ചെയ്യുന്നുണ്ടെന്ന്, വെയിറ്റ് ക്ലാസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ദർ വാസ് എ റൂമർ ദാറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ബെൽറ്റ് ഒരുമിച്ച് പറ്റില്ല, അവിടെ സ്ട്രിപ്പ് ചെയ്തിട്ടേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ ദ സെയിം തിങ് ഇസ്ലാം ഡിഡ്. പക്ഷേ ആൾക്ക് ഡബിൾ ചാമ്പ്യൻ ആവാനുള്ള ഓപ്ഷനും കൊടുത്തില്ല. കാരണം ഇപ്പൊ ഇസ്ലാം ഓൾറെഡി ലൈറ്റ് വെയിറ്റ് വെക്കേറ്റ് ചെയ്തുകൊണ്ടല്ലേ അവരിപ്പോ മാച്ച് ചെയ്യുന്നത് ചാൾസുമായിട്ട്. Is it confirmed that it is പിന്നെ ജൂൺ 17 ഉള്ള മാച്ചിൽ ഇസ്ലാം ചാൾസ് vs ഇലിയ. ഓക്കെ, എന്താ പറയാ, അതിനകത്തുള്ള വിന്നറെ ചാമ്പ്യനായിട്ട് പ്രഖ്യാപിക്കും. നോട്ട് ആൻ ഇന്റേൺ ചാമ്പ്യൻ, ഐ മീൻ ഫൈറ്റിംഗ് ഫോർ ദ ബെൽറ്റ്. അതെ. അപ്പം ഒരിക്കലും ആക്ച്വലി ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മുമ്പ് ഹെൻറി സെയ്യൂദോ, കോണർ മക്ഗ്രഗർ അല്ലെങ്കിൽ DC കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. DC GSPക്ക് കൊടുത്തോ എനിക്ക് 100% ഉറപ്പില്ല. കാരണം മേ ബി GSP ആ ബെൽറ്റ് വെക്കേറ്റ് ചെയ്തിട്ടാണോ മിഡിൽ വെയിറ്റേക്ക് പോയെന്ന് എനിക്ക് ഉറപ്പില്ല. ഇല്ല, അതിനകത്ത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടന്നിട്ട് ഇല്ലിയ എന്താ പറയുക ബെൽറ്റ് വെക്കേറ്റ് ചെയ്യാമെന്ന് അനൗൺസ് ചെയ്തു. ആൻഡ് ദാറ്റ് ഹാസ് അത് കഴിഞ്ഞിട്ട് ഡാനയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ഡാന അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ബെൽറ്റ് വെക്കേറ്റ് ചെയ്തിട്ടേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള പുള്ളി സ്റ്റേറ്റ്മെന്റ് ചെയ്തായിരുന്നു. അവരെപ്പോഴും അങ്ങനെ ചെയ്യത്തുള്ളൂ. അതങ്ങനെ ചെയ്യത്തുള്ളൂ. ഡാന കള്ളം പറയുന്നുള്ളത് അല്ല, ഡാന കള്ളം പറയുന്നില്ല. there is a certain privilege. അതുണ്ട്. ഇപ്പൊ ഷോൺ ഓമാലി ആയിക്കോട്ടെ, ജോൺ ജോൺസ് ആയിക്കോട്ടെ, ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഡാനയുടെ സ്വന്തം ആൾക്കാർ. അത് അത് ഒരു എല്ലാ ഫാമിലും ഒരു നോർമൽ സംഭവമല്ലേ. അഗൈൻ ഇപ്പം പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഐ വുഡൻറ്റ് ആർഗ്യൂ എന്താ പറയുക ഇസ്ലാം റിപ്പീറ്റേ പോകാൻ പറ്റില്ല. കാരണം ഹീ ഈസ് ദി പൗണ്ട് ഫോർ പൗണ്ട് നമ്പർ 1 ചാമ്പ്യൻ ഇൻ ദിസ് ഹോൾ യൂണിവേഴ്സ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ്സ് ഫൈൻ. അഗൈൻ അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഞാനൊരു കാര്യം പറയാം. അല്ല, ഇസ്ലാമിന് ഈ കാര്യം ആക്ച്വലി പുള്ളിക്ക് വോൾക്കനോസ്കി ചെയ്തപോലെ ബെൽറ്റ് നിലനിർത്തിക്കൊണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇസ്ലാമിനെ ഞാൻ ഒരിക്കലും ആക്റ്റീവ് ചാമ്പ്യൻ എന്ന് വിളിക്കത്തില്ല. കാരണം ഇസ്ലാം ലാസ്റ്റ് വർഷം ഫൈറ്റ് ചെയ്ത ഒരു ഫൈറ്റാണ്, അതിന് 9 വർഷം ചെയ്തത് 2 ഫൈറ്റാണ്. അതായത് പുള്ളിക്ക് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് പുള്ളി ആകെ ചെയ്ത 4 ഫൈറ്റ് 3 വർഷത്തിലാണ്. ആ പറഞ്ഞ പോയിന്റിനകത്ത് ഐ വുഡ് ഒഫെൻഡ് യു ബിക്കോസ് there's one thing, there's another champion who is not active, ജോൺ ജോൺസ്. Why is them അവരെന്തുകൊണ്ട് ജോൺ ജോൺസിനെ സ്ട്രിപ്പ് ചെയ്യുന്നില്ല? He's been inactive for very long.
ഓക്കെ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ആൻസർ പറയാന് ഞാൻ പറഞ്ഞല്ലോ, യു ആർ ബയസ്ഡ് മെൻ. പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദ മൈക്കിൾ ജോർഡൻ ഓഫ് UFC. സിമ്പിൾ ലോജിക്കാണ്. അതായത് പുള്ളിയാണ് ദ ഗോഡ് ഓഫ് MMA അല്ലെങ്കിൽ ഗോഡ് ഓഫ് UFC എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്ക് സർട്ടൻ പ്രിവിലേജ് തീർച്ചയായും ഡാന കൊടുക്കുന്നു. അതാണ് ഐ മീൻ, നിങ്ങൾ ഇപ്പൊ എന്നോട് സ്ട്രേറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഓക്കെ ഈസ് ജോൺ ജോസ് ഡക്കിംഗ് തോമസ് മിനൽ? യെസ്, ഓഫ് കോഴ്സ് ഈസ് ഡക്കിംഗ്. ഞാൻ പറയാം, പക്ഷെ ഞാൻ പറയാണ് പുള്ളി ഒന്നോർത്ത് നോക്കി, 21 വയസ്സ് ചാമ്പ്യനായ ആള് 38 വയസ്സാണ് അടുത്ത വർഷം, ഇപ്പോഴും ചാമ്പ്യനായി നിൽക്കുന്നു. 15 വർഷം. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? വേറെ ആരെ കൊണ്ടെങ്കിലും ഒരു 15 വർഷം ചാമ്പ്യനായി നിലനിൽക്കാന്ന് പറഞ്ഞാൽ, ഓക്കെ നിങ്ങൾ മേ ബി ആ കാര്യം ഇപ്പം കാണുന്ന ആൾക്കാർ മേ ബി കമന്റ് ചെയ്യാം, ഓക്കെ ഇയാൾ കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു ഫൈറ്റ് ചെയ്ത് 2 വയസ്സ് എഴുതുന്നു. പക്ഷേ പുള്ളി ചാമ്പ്യനായ വർഷമുണ്ട് 2011. പുള്ളി അന്ന് ആ വർഷം ചെയ്ത 4 ഫൈറ്റാണ് ചെയ്തത്. ഒരു വർഷം 4 ഫൈറ്റ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം ചാമ്പ്യനായത് 10 വർഷം മുമ്പല്ല, 2021-22 അപ്പൊ അത് കഴിഞ്ഞ് ചാൾസ് ഒലിവേര തോപ്പിച്ചു. അത് കഴിഞ്ഞ് ഫൈറ്റ് ചെയ്ത് വോൾക്കനോസ്കി, ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് വീണ്ടും വോൾക്കനോസ്കി, ഫൈൻ. ഡസ്റ്റിൻ, മൊയ്ക്കാനോ ഒന്നും ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഓക്കെ, സോ പുള്ളി ഒരു പ്രോപ്പർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ 3 ഉള്ളത്. ഈ 3 ഉള്ളത് 3 വർഷത്തിലാണ്. നോക്കണം, ഹൗ ഇസ് 3 ഡിഫൻസ് എങ്ങനെയാ? 3 ഡിഫൻസ്, 2 വോൾക്കനോസ്കി, രണ്ടാമത്തെ വോൾക്കനോസ്കി ഐ ഡോണ്ട് കൗണ്ട്. കൗണ്ട്. അതെ, ഐ മീൻ എന്നെ സംബന്ധിച്ചോ അതെ, ബിക്കോസ് അതൊരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. പുള്ളി 9 ദിവസം അല്ലെങ്കിൽ എനിക്ക് 9 12 ഡൗട്ട് ഉണ്ട്, അത്രയും ദിവസം ഷോർട്ട് നോട്ടീസിലാണ് പുള്ളി ഫൈറ്റ് ചെയ്യാൻ. അല്ല, അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റീസൺ ഞാനത് പറയാൻ കാരണം വെച്ചാൽ റെക്കോർഡിക്കലി അത് എന്താ പറയുക ഡിഫൻസ് ആണ്. സെക്കൻഡ് വോൾക്കനോസ്കി ഫൈറ്റ് വാസ് എ ഡിഫൻസ്. പക്ഷെ എല്ലാവർക്കും അറിയാം അത് എന്താ പറയുക പെട്ടെന്ന് ഒന്ന് കരുതുന്നത്. അഗൈൻ അത് വോൾക്കനോസ്കി ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇന്ന കാര്യം പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടി. പക്ഷേ അഗൈൻ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ അങ്ങനെയാണ്. വോൾക്കനോസ്കി അപ്പം നോ പറഞ്ഞാൽ എല്ലാവരും അവനെ കളിയാക്കും. ഈ പറഞ്ഞ ഡക്കിങ് ഏറ്റവും സങ്കടപരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് ആ ഒരു ഫൈറ്റിന് ബാക്കപ്പ് ഫൈറ്ററായിട്ട് മാത്യൂസ് ഗാംബ്രോട്ട് ഉണ്ടായിരുന്നു. പോളിഷ് ഫൈറ്റർ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ആക്ച്വലി ബാക്കപ്പ് ഫൈറ്റർ ആയിരുന്നു. ബട്ട് ഈ ചാൾസ് ഒലിവേര പുൾ ഔട്ട് ചെയ്തപ്പം പുള്ളി വിളിച്ചില്ല. അതാണ് ഡാനയുടെ കളി. അതായത് അബുദാബി കാർഡ് എപ്പോഴും നല്ല കാർഡായിക്കണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന് ഒപ്പം നിൽക്കുന്ന ഒരു കണ്ടന്ററെ വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് വോൾക്കനോസ്കി ഇത് ഓഫർ കൊടുത്തത്. വോൾക്കനോസ്കി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോൺ ജോൺസിന്റെ കോച്ച് ആയിക്കോട്ടെ, ഈവൻ അമേരിക്കൻസിന്റെ എസ്പെഷ്യലി അമേരിക്കൻസിന്റെ ബ്രസീൽസിന്റെ കോച്ചാണെങ്കിൽ ഒരു സമ്മതിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ്സിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് എടുത്തിയാട്ടക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അവരാണ് പുള്ളി വോൾക്കനോസ്കിയുടെ കോച്ച്. എനിക്ക് എന്റെ വൺ ഓഫ് മോസ്റ്റ് ഫേവറേറ്റ് ഫൈറ്റ്സ് ഉള്ള സ്ഥലമാണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡൊക്കെ. അങ്ങനത്തെ കേസിനകത്ത് പറഞ്ഞു വന്നത്, ഈ ഒരു സ്പോർട്സിനോട് ഇഷ്ടപ്പെടുന്ന ഒരു 2 കാറ്റഗറി ഉണ്ടാകും എൻ്റെ കൺസെപ്റ്റ്. ഒന്ന് സ്പോർട്ട് എന്താണോ അതിന് ആ ഒരു രീതിയിൽ തന്നെ കാണുന്നവർ. ദർ ഈസ് അനദർ ടൈപ്പ് ഓഫ് പീപ്പിൾ, അനദർ ടൈപ്പ് ഓഫ് ചാമ്പ്യൻസ് ആക്ച്വലി. അവർക്ക് ആ സ്പോർട്ട് അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ് ജസ്റ്റ് അബൌട്ട്, ഇറ്റ്സ് അബൌട്ട് പ്രൂവിങ് സംതിങ്. ലൈക്ക് എനിക്ക് വേറെ ആളെ, എൻ്റെ സെയിം വെയിറ്റ് കാറ്റഗറികളെ വേറെ ആളെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. സോ ദാറ്റ്സ് സംതിങ്, എന്താ പറയുക, നമ്മൾ എഴുതി വെക്കാത്ത നിയമങ്ങളാണ് ആ സാധനങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്തുള്ള സംഭവമാണ്. ഇപ്പം വോൾക്കനോസ്കിയുടെ സെക്കൻഡ് ഫൈറ്റ് വോൾക്കനോസ്കിയുടെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് പറയും, അത് ശരിയല്ല എന്നുള്ള കാര്യം പറയും. ബിക്കോസ് ദേ സീ സംതിങ് എൽസ് വിച്ച് ഇസ് നോട്ട് റിട്ടേൺ ഇൻ ദ റൂൾ. അങ്ങനത്തെ നോക്കുന്ന സമയത്ത് ജോൺ ജോൺസിൻ്റെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്, 12 to 6 elbow, which is legal right now. which is right now legal. അപ്പം അന്ന് അങ്ങനെ ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് അന്ന് അങ്ങനെ. പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്തൊക്കെ അതിപ്പം ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ബിക്കം എൻ്റെ പ്ലൂട്ടോ കണ്ടുപിടിച്ച ഗ്രഹം അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതാക്കി ആ രീതിയിൽ മാറുന്ന രീതിയിൽ അങ്ങനെയാവും. പെറ്റ്സ് അലിഗേഷൻ അങ്ങനെയാണല്ലോ. പെറ്റ്സിൽ അന്ന് ഇല്ലീഗലാന്ന് പറഞ്ഞ സാധനങ്ങൾ ഇപ്പം ലീഗലാണ് ആക്ച്വലി. സോ ആക്ച്വലി ഇപ്പം ജോൺ ജോൺസൺ റെക്കോർഡ് അനുസരിച്ച് 27 ഇല്ല, അത് അഗെയിൻ comes with some privilege. It had to do something with Conor McGregor did. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അറിയോ, ഉസാദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡാനയുടെ കൺട്രോളും അല്ല. ഒരിക്കലും അല്ല. ഉസാദ ഈസ് അബൌട്ട് actually Dana is working close with Trump right now. I don't think ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ ഒരിക്കലും again നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. സോ വളരെ ഹൈഡപ്റ്റ് ആയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു ചാമ്പ്യൻ ഉണ്ട്. നോട്ട് ചാമ്പ്യൻ, ഇസ് അബൌട്ട് ടു ബിക്കം ചാമ്പ്യൻ. I think you know who I'm talking about. Do you think DDP can hold that challenge? Okay, comes അത് ഇപ്പോഴത്തെ ആക്ച്വലി എവറി MMA വേൾഡിലെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് DDP എപ്പോഴും നമ്മൾ ഓക്കെ അവൻ ഈ കളി തോക്കും, അവൻ ആ കളി തോക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്താ പറയണ്ടേ, അവർ തെറ്റാണെന്ന് തെളിയിച്ചിരുന്ന ഒരാളാണ് DDP. അതായത് റോബർട്ട് വിറ്റേക്കർ ആയിട്ടുള്ള മച്ച് നമ്മൾ ഓക്കെ അതിനുള്ള കെൽപ്പോനില്ല. TKO
ദെൻ അത് കഴിഞ്ഞുള്ള മാച്ച് ഷോൺ സ്ട്രിക്ലൻഡായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് പുള്ളി ജയിച്ചു. ഈസിനെ സബ്മിറ്റ് ചെയ്തു. ഇതുവരെ ഇത്രയും റെസ്ലേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് പോയി വന്നിട്ട് ഇതുവരെ ഈസിനെ ആർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവൻ റയർ നെക്കഡ് ചോക്ക് വഴി സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഷോൺ സ്ട്രിക്ലൻഡിലെ ക്ലിയർ ആയിട്ട് തോപ്പിച്ചു. മറ്റേത് സ്പ്ലിറ്റ് ഡിസിഷൻ ആയിരുന്നു, ഇത് ക്ലിയർ ആയിട്ട് തോപ്പിച്ചു. അപ്പം DDP എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആരുമായിട്ടും എഴുതി തള്ളാൻ പറ്റാത്തൊരു പേരാണ്. പക്ഷെ കമോൺ ഇറ്റ്സ് എ ബീസ്റ്റ്, ഒന്നും പറയാനില്ല. കാരണം ഇത്രയും ചെയിൻ റെസ്ലർ, ഹബീബിനേക്കാളും ഇസ്ലാമിനേക്കാളും മേലുള്ള ചെയിൻ റെസ്ലിംഗ് ആണ് ഞാൻ ഹംസ കണ്ടുള്ളത്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, കാർഡിയോ. Yeah, that was exposed in ഉസ്മാൻ മാച്ച്. ഉസ്മാനായിട്ടുള്ള മാച്ച് മാത്രമല്ല വേറൊരു ഗിൽബർട്ട് ബേൺസ്. അപ്പൊ അതാണ് കുഴപ്പം. അതായത് ഇപ്പം DDPക്ക് ആദ്യത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും കിടന്നു കിടാൻ പറ്റിയെങ്കിൽ ദർസ് എ ചാൻസ്. പക്ഷെ ആദ്യത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞാൽ D2 അമേരിക്കൻ D2 റെസ്ലറാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ടേക്ക് ഡൗൺ ഡിഫൻസ് അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരാളല്ല പക്ഷെ DDP. പക്ഷെ കംസത്ത് ഈസ് എ ബീസ്റ്റ്. എപ്പോഴും പറയുകയാണ് കംസത്ത് ഇപ്പോൾ DDP പോയാലും ഈ കളി തോറ്റാലും കംസത്ത് ഫ്യൂച്ചറിൽ ചാമ്പ്യൻ ആവാൻ എനിക്ക് ഏകദേശം ഉറപ്പുള്ള ഒരാളാണ്. ഇതിപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് പോകും, പക്ഷെ എന്നാലും 2-3 ടോപ്പിക്കും കൂടെ പറയാതെ വയ്യ. ഡു യു തിങ്ക് ചാൾസ് ക്യാൻ ഡിഫീറ്റ് ഇല്ലിയ? ഓക്കെ, സോ ഞാൻ രണ്ട് ഒരു ഫേസിൽ ഉത്തരം പറയാം. അതായത് ഒന്ന്, ഞാനൊരു ഇലിയ ഫാനാണ്. അപ്പൊ ആ ഒരു ഇത് നോക്കുമ്പോൾ ചാൾസിന് 0 ചാൻസ് ആണ് ഞാൻ കാണുന്നത്. ബിക്കോസ് അതിനകത്ത് I'll say something else. I am a fan of both fighters. I think ഇല്ലിയുടെ ഫോട്ടോ അല്ല എൻ്റെ റൂമിന്റെ വോളിനകത്തുള്ളത്, ചാൾസിന്റെ ഫോട്ടോ. ബിക്കോസ് ഐ എം മോർ ടുവേർഡ്സ് അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ മോർ ഷുവർ ആയിട്ടുള്ളത്. എല്ലാവരും എഴുതി തള്ളിയെടുത്തുന്നത് വീണ്ടും എല്ലാവരും പ്രൂവ് ചെയ്ത് വന്നിട്ടുള്ള ചാമ്പ്യനാണ് ചാൾസ് എന്ന് പറയുന്നത്. സോ ആ ബേസിനകത്ത് ഐ എം മോർ ലീൻ ടുവേർഡ്സ് ചാൾസ്. പക്ഷേ just looking at the stats and the performance, I would also say that Ilya would win എന്നുള്ളത്. ഒബ്വിയസ്ലി എന്താ ചാൾസിന്റെ ചിഹ്നം അത്രയ്ക്ക് ഹെൽഡപ്പ് ആയിരുന്നില്ല കഴിഞ്ഞ ഫൈറ്റിനകത്തെല്ലാം. ഇറ്റ്സ് എ നോൺ ഫാക്ട്. ഹെൽഡപ്പ് ആയതല്ല, ലാസ്റ്റ് ലാസ്റ്റ് മാച്ചിൽ അതിന് മുമ്പത്തെ ഒരു 3 മാച്ചിലും നോക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതായത് ഇപ്പം ജസ്റ്റിനായിട്ടും ഇസ്ലാമായിട്ട് വരെ നോക്ക് ഡൗൺ ആയിട്ടുണ്ട്. നോക്ക് ഔട്ട് ആയിട്ടില്ല, നോക്ക് ഡൗൺ ആയിട്ടുണ്ട്. പക്ക ഒരു ഇലിയ ഫാനായിട്ട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നോ ചാൻസ് ആണ്. ബട്ട് ആസ് എ എന്നാ പറയണ്ടേ, ഒരു കോമൺ ഒരു MMA വ്യൂവർ ആയിട്ട് പറയുവാണെങ്കിൽ ചാൾസിന് ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ, ഒരു ഫ്ലൂക്കായിട്ട് ഒരു സബ്മിഷൻ അറ്റംപ്റ്റ് കിട്ടുവാണ്. ഫോർ എക്സാമ്പിൾ അർമാനായിട്ട് പോലെ. അർമാൻ ആക്ച്വലി നല്ല റെസ്ലറാണ്, പക്ഷേ ഫസ്റ്റ് റൗണ്ട് ഇന്ത്യയിൽ ഒരു നല്ലൊരു ഗിലറ്റിൻ കിട്ടിയായിരുന്നു. അതുപോലെ തേർഡ് റൗണ്ട് അവസാനം ഒരു ഡാർക്ക് ചോക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അർമാനായിട്ടുള്ള ഫൈറ്റ് വാസ് 3 rounds, റൈറ്റ്? അതെ, അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഓക്കെ, അപ്പം പക്ഷെ കാര്യമുണ്ട്, ഈ അർമാന്റെ സ്ട്രൈക്കിംഗ് അല്ല ഇലിയുടെ സ്ട്രൈക്കിംഗ്. പിന്നെ ചാൾസ് ഒരിക്കലും ഒരു ഒഫൻസീവ് റെസ്ലർ അല്ല, പുള്ളി ഒരു ജിറ്റ്സു ആർട്ടിസ്റ്റ് ആണ്. അത് ഡിഫറെന്റ് ആണ്. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഒലിവേര ഇലിയനെ ഇങ്ങോട്ടൊന്നും ടേക്ക് ഡൗൺ ചെയ്ത് എനിക്ക് തോന്നുവാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇലിയയുടെ സ്റ്റാൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതായത് ശരിക്കും ഒരു എന്നാ പറയുക, ലീഡിലേക്ക് ഡൗൺ ചെയ്ത് ഒരു എന്താ പറയുക, ടേക്ക് ഡൗൺ ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റാൻസിലാണ് ഇലിയ നിൽക്കുന്നത്. മേ ബി കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് പറയാൻ പറ്റുന്നവർക്ക് കുറച്ചും കൂടെ നല്ല പറയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു വ്യൂഷിപ്പിൽ ഞാൻ പറയുകയാണ്, ഇലിയെ ടേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇലിയെ ടേക്ക് ഡൗൺ എനിക്ക് തോന്നുന്ന ഒരു തവണ ടേക്ക് ഡൗൺ ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ ബ്രേസ് മിച്ചിലാണ്. അതിൽ അവസാനം ബ്രേസ് മിച്ചിൽ അവൻ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് അതും ഒരു ആം ട്രയാങ്കിൾ നമുക്കറിയാം, വൺ ഓഫ് ദ ടഫസ്റ്റ് സബ്മിഷനാണ്. ഇപ്പം നോർമൽ റെയർനെക്ക് ഷോക്കോ അല്ലെങ്കിൽ ഗലറ്റിനോ അല്ലെങ്കിൽ ഡാർസോ കിട്ടുന്ന പോലെ അല്ല, ഒരു ആം ട്രയാങ്കിൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നല്ലോണം സ്ക്യൂസിംഗ് പവർ വേണം. അപ്പം ബ്രേസ് മിച്ചിനെ പോലെ ഒരു BJJ ആർട്ടിസ്റ്റിനെ ഈസി ആയിട്ട് പുള്ളി ആം ട്രയാങ്കിൾ സബ്മിറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒഫൻസീവ് റെസ്ലിംഗ്, അതായത് ഇലിയനെ ടേക്ക് ഡൗൺ ചെയ്ത് ടോപ്പ് പൊസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ എന്തായാലും ഒരു ഫ്ലൂക്കായിട്ട് ഒരു ആംബാറോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ബോഡി ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ റൗണ്ട് അങ്ങനെ ജയിക്കാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഓപ്ഷൻസ് അല്ലാതെ ഒരിക്കലും ഇലിയനെ തോൽപ്പിക്കുന്നത് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇലിയയുടെ സ്ട്രൈക്കിംഗ് ഈസ് ഫാർ സുപ്പീരിയർ. അതിനകത്ത് ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാൾസ് ഒരിക്കലും നോക്ക് ഡൗൺ ആവാൻ വേണ്ടി പേടിയുള്ള ആളല്ല. കാരണം നോക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ യൂഷ്വലി ചാൾസ് ചെയ്യുന്ന പരിപാടി ഹി ജസ്റ്റ് സ്റ്റേസ് ദെയർ, ഗ്രൗണ്ടിൽ നിൽക്കും. MMA ആയതുകൊണ്ട് തന്നെ നോക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി ഫൈറ്റ്. ആൻഡ് ചാൾസിന്റെ സബ്മിഷൻ അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ട് തന്നെ ആരും ചാൾസ് നിലത്തെടുക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി ധൈര്യപ്പെടാറില്ല. ധൈര്യം കാണിച്ച ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട്, വിച്ച് വാസ് ഇസ്ലാം, ആൻഡ് ഹി ഫിനിഷ് ദാറ്റ് ഫൈറ്റ്. ഇനി ഇല്ലിയുടെ കേസിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ഇപ്പം കോണർ മെക്ഗ്രെഗറിന്റെയും ഖാബീബിന്റെയും കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോണർ വാസ് അഫ്രെയ്ഡ് ഓഫ് ദി ടേക്ക് ഡൗൺസ്. ഇല്ലിയ നോസ് ദാറ്റ് ഇഫ് ടേക്ക് ഡൗൺ കംസ് ഹി ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ഹി ട്രസ്റ്റ് ഹിം. ആ ഒരു കയറുന്നത്. സോ ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് ഗോയിങ് ഇൻ ദർ ആൻഡ് സ്ട്രൈക്കിംഗ്. ആൻഡ് സ്ട്രൈക്കിംഗ് എൻ്റെ പൊന്നുകളിയാ എഡ്ജ് വേറെ പോയിന്റ് പറയാണെന്ന് പറഞ്ഞാൽ റയാൻ ഹാൾ എന്നൊരു ഫൈറ്റർ ഉണ്ട്. അതായത് ഒരു വെരി കണ്ണിങ് ആൻഡ് ട്രിക്കി BJJ ആർട്ടിസ്റ്റ്.
ആ ആളെ ആക്ച്വലി പുള്ളി ഈ BJP-നെ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ലെഗ് ലോഗ് വഴി BJP ജിരി. ഓക്കെ, സോ BJP-നെ സബ്മിറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് അതിന് ലെഗ് ലോക്ക് അല്ലെ സബ്മിഷൻ പറഞ്ഞ പേര് എനിക്ക് അറിയത്തില്ല. ലെഗ് ലോക്ക് ആണോ അതിന് വേറൊരു പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര കണ്ണിങ് ആൻഡ് ട്രിക്കി BJ ആർട്ടിസ്റ്റ് ആണ് ഈ റയാൻ ഹാള്. ഈ റയാൻ ഹാള് ഒരുപാട് പ്രാവശ്യം കിടന്നു കൊടുത്തു ഇല്ലേക്ക് വാ ബാ എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ലേ മൈൻഡ് ചെയ്തില്ല. ഇല്ലേ വാ ബാ ബാ എഡിറ്റ് വാന്ന് പറഞ്ഞ് 2 വർഷം ട്രൈ ചെയ്തു. ഏറ്റവും അവസാനം പുള്ളിക്കാരൻ അങ്ങ് കടന്നു കൊടുത്തപ്പോൾ ഇല്ലിനെന്ന് പറഞ്ഞാൽ നേരെ റൗണ്ട് ചെയ്തിട്ട് ഹാമർ ചെയ്ത് അവനെ നോക്കൗട്ട് ചെയ്തു. അപ്പം ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഇല്ലേക്ക് ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യമല്ല ഇതുപോലൊരു ജുജിത്സു ആർട്ടിസ്റ്റിനെ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഇസ്ലാമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സിനോരി വേറെയാണ്. ബിക്കോസ് ഇസ്ലാം ഇസ് എ ചെയിൻ റെസ്ലർ. ഒരു ചെയിൻ റെസ്ലറായിട്ട് ഇല്ലേ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ബട്ട് ചാൾസ് ഒലിവേര ഇസ് എ BJJ ആർട്ടിസ്റ്റ്. ഒരുപാട് BJJ-ക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് ലാസ്റ്റ് കയോ എന്ന് പറഞ്ഞൊരു ഫൈറ്റർ, ബ്രസീലിയൻ ഫൈറ്റർ അറിയോ, മറ്റേ ഫൈറ്റിംഗ് നേഴ്സിനകത്തുള്ള ഇപ്പം കാർലോസ് പ്രാറ്റസ് പോലെ. അതുപോലെ കയോ ലാസ്റ്റ് വർഷം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കിൽക്ലിഫിൽ പുള്ളി എന്ന് ഫൈറ്റ് ചെയ്യാൻ പോയ പിന്നെ കേൾക്കുന്നൊരു മെയിൻ കാര്യമാണ് ഇലിയ ദാഗസ്ഥാനികളെ എടുത്തിട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഒരു മിസ്റ്റേക്ക്, ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി അപ്പോഴേ സബ്മിറ്റ് ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അതുപോലെ OC MMA ഗ്ലൗസ് അല്ല, ബോക്സിംഗ് ഗ്ലൗസ് ഇട്ടിട്ട് ആൾക്കാരെ ചുമ്മാ കൂളായിട്ട് നോക്കൗട്ട് ചെയ്യുന്നു. സോ വേറൊരു ഹോട്ട് ടോപ്പിക് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോം ആസ്പിളും ജോൺ ജോൺസും ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇഷ്യൂ അല്ല, ആ ഒരു ഫൈറ്റ് ആണ്. ജോൺ ഈസ് എന്താ പറയുക റൈറ്റ് നൗ ട്രെൻഡിങ് ആസ് എ ഡക്കിംഗ് ചാമ്പ്യൻ. ഡു യു തിങ്ക് ടോം ആസ്പിൾ സ്റ്റാൻഡ്സ് എനി ചാൻസ് ജോണിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും. ഐ മീൻ ഞാനൊരു ഡൈഹാർഡ് ജോൺ ഫാനാണ്. സ്റ്റിൽ ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുവാണ്, ജോൺ ജോൺസിനെ നിലവിൽ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോം ആസ്പിളാണ്. ബിക്കോസ് ഈസ് മോർ അത്ലറ്റിക്, യങ്, ബിഗർ. അതാണ് മെയിൻ ഒരു കാര്യം. അതായത് പുള്ളിക്ക് 31 വയസ്സേ ഉള്ളൂ. ജോണിന് ഓൾമോസ്റ്റ് 38 വയസ്സായി. അതായത് ഒരു MMA പ്രൈം ടൈം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ജോൺ ആക്ച്വലി 23 വയസ്സിൽ ചാമ്പ്യൻ ആയ ആളാണ്. പുള്ളി ആക്ച്വലി ഒരുപാട് നാൾ ഒരു സ്റ്റേ റൗണ്ട് ചെയ്തു ഇത്. പക്ഷേ ടോം ആസ്പിളിൽ ഒരു പ്രൈം ടൈമിലേക്ക് കയറി നിൽക്കുന്ന സമയമാണ്. മോർ അത്ലറ്റിക്, അതുപോലെ ഇതുപോലെ സ്പീഡ്, ഇത്രയും സ്പീഡുള്ള ഒരു ഹെവി വെയിറ്റ് ഫൈറ്റർ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈവൻ നങ്കാനു, ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഹോട്ടേക്ക് പറയുകയാണ്, ഈവൻ നങ്കാനു VS ടോമാസിലോ എന്നാലും ഞാൻ ടോമാസിലെ ഫേവർ ചെയ്തുള്ളൂ. ബിക്കോസ് ടോമാസിലോ അത്ര ഒരു ഫാസ്റ്റ് ഫൈറ്ററാണ്. പിന്നെ നോക്കൗട്ട് പവർ ഉണ്ട്. ഗ്രൗണ്ടിൽ പോയാലോ ജിഡ്സ് നല്ലതാണ്. അത്യാവശ്യം റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റെസ്ലിംഗ് പർട്ടിക്കുലറായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബട്ട് സ്റ്റിൽ ഒരു ടേക്ക് ഡൗൺ ഡിഫൻസ് അല്ലെങ്കിൽ ടേക്ക് ഡൗൺസ് അല്ലെങ്കിൽ സബ്മിഷൻസ് ഗെയിം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ജോൺ ജോൺസിനെതിരെ ആർക്കും ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോമാസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ജോണിൻ്റെ ഒരു റെസ്ലിംഗ് പെഡിഗ്രി എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു ഡീപ്പ് വാട്ടറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംഭവം, അത് തരണം ചെയ്യാൻ ടോമിന് പറ്റുമോ ഇല്ലയോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ കണ്ടു തന്നെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അനന്തയുടെ കൺസെപ്റ്റിൽ ഹൂ ഇസ് ദ ഗോഡ് ഓഫ് MMA ആൻഡ് വൈ? ഓക്കെ, സോ പലർക്കും ദ ഗോഡ് എന്നൊരു സംശയമുണ്ട്. അത് ഒരാൾ, എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ മേ ബി എൻ്റെ ഒരു ബെസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. I consider DJ as my favorite god of MMA. Not John Jones, not GSP. ബിക്കോസ് അതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തായിരുന്നു. ഗോട്ട് എന്ന് പറയുമ്പം പറഞ്ഞ പോലെ ഒരു പലർക്കും പല ആസ്പെക്ട് ഉണ്ട്. ഒരാൾ സ്പോർട്ടിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ആ സ്പോർട്ടിനോട് മൊത്തമായിട്ട് ആൾ കാണിക്കുന്ന പേഴ്സണാലിറ്റി ആയിരിക്കാം, ഔട്ട്സൈഡ് ദ റിംഗ് ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ആൾ അച്ചീവ് ചെയ്ത എത്രത്തോളം അച്ചീവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ക്വാളിറ്റി ആയിരിക്കാം. അതായത് ഇപ്പം ഇല്ലിയ പൗണ്ട് ഫോർ പൗണ്ട് ചാമ്പ്യനായിട്ട് നമ്പർ 1 ആയിട്ടുള്ള ഇസ്ലാമിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, നമ്മൾ ഈ ഡൈസ് കളക്ട് ചെയ്യുമ്പം ഒരു ഡയമണ്ട് ആണത്. ബാക്കി എല്ലാം ഗോൾഡ് ആണെങ്കിൽ ഇതൊരു ഡയമണ്ട് ആണ്. അപ്പം അങ്ങനെ ആവാം. സോ എൻ്റെ കാഴ്ചപ്പാടിനകത്ത് ഈ ഇടയ്ക്ക് എല്ലാവരും തോൽവികളും പറയാം. ഇപ്പം ഖബീബിനെ ഗോട്ടായിട്ട് പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഹി ഹാവ് നെവർ ബിൻ ഡിഫീറ്റഡ് എന്നുള്ള സീൻ കൊണ്ടാണ്. ഐ ഡോണ്ട് കൺസിഡർ ആ ഒരു സംഭവം. അതായത് ഈ ഒരു സ്പോർട്ടിനകത്ത് മിസ്റ്റേക്ക് സംഭവിക്കാവുന്ന സ്പോർട്ടാണ്. ഐ തിങ്ക് എത്രത്തോളം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ആ മിസ്റ്റേക്സ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം വലിയ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു ജേർണിയാണ് that I choose someone as my god. അങ്ങനെ നോക്കുന്ന സമയത്ത് I don't think there's anyone else other than DJ. Maybe GSP could be a better സാധനം. GSP BJP ആയിട്ടുള്ള ഫൈറ്റും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളായിരിക്കും. സോ ഇൻ മൈ കൺസിഡറേഷൻ, എൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്ത് ഈ പറഞ്ഞ പോലെ ഗോട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആൾ ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ടുണ്ടാവണം. അതായത് നമുക്കത് പ്രൂവ് ആവണം ഇത് അയാളെ കൊണ്ട് പറ്റാത്ത സാധനമാണ്, എല്ലാവരും എഴുതി തള്ളിയിട്ടും അഗെയിൻ പുള്ളി അത് പ്രാക്ടീസ് ചെയ്ത് പുള്ളിയെ ബെറ്റർ ആക്കി അത് ഡിഫീറ്റ് ചെയ്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഓക്കെ ദാറ്റ്സ് എ ഗോട്ട് എന്ന് പറയാൻ പറ്റുന്ന സംഭവം. വാട്ട് യു തിങ്ക് ഈസ് എ ഗോട്ട് ഐറ്റം ഫോർ യു? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്
ഒരിക്കലും വെളിയിലുള്ള കാര്യം ഞാൻ നോക്കാറില്ല. ഇമ്പാക്റ്റ് നോക്കാറുണ്ട്. അതായത് പുള്ളി UFC UFC അല്ലെങ്കിൽ ഈവൻ ഏത് ഫെഡറേഷൻ ആയിക്കോട്ടെ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന്. അതായത് ഒരു PPV ഞാൻ ഈ ഒരു 89 അല്ലെങ്കിൽ സോറി മേ ബി ഡോളറിൽ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ $69 കൊടുത്ത് ഒരു സാധനം PPV ബൈ ചെയ്യണമെങ്കിൽ എനിക്കത് വെർത്തായിട്ട് തോന്നണ്ടേ. അതൊരു കൺസിഡറേഷൻ ആണ്. പിന്നെ വാട്ട് ഈസ് ഇൻസൈഡ് ദ റിംഗ്, പുള്ളി എന്താണ് കാണിക്കുന്നത്, എത്ര ചലഞ്ച് ഏറ്റെടുക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ജോൺ ജോൺസ് ഈസ് മൈ ഗോട്ട് ഓഫ് കോഴ്സ്. ബട്ട് സെയിങ് ദാറ്റ് DJനെ ഞാൻ ഒരിക്കലും ഗോട്ടായിട്ട് കൺസിഡർ ചെയ്യത്തില്ല എൻ്റെ. ബിക്കോസ് ബ്രാഡ് പിക്കറ്റിനെ പോലെ ഒരു ഫൈറ്റർ വന്നിട്ട് 10 പ്രാവശ്യം ടേക്ക് ഡൗൺ ചെയ്യുന്നു. ഡൊമിനിക് ക്രൂസിനെ പോലെ ഒരു ഫൈറ്റർ വന്നിട്ട് 10 പ്രാവശ്യം ടേക്ക് ഡൗൺ ചെയ്യുന്നു. ഹെൻറി സോയുമായിട്ട് ഒരു ലോസ്, മറ്റേ ഇയാൻ മക്കലായിട്ട് ഒരു ഡ്രോ, അഡ്രിയാനോ മോർസായിട്ട് ഒരു നോക്കൗട്ട് ലോസ്. അപ്പോൾ ഇത്രയും ലോസ് ഉള്ള ഒരാൾ, ഐ മീൻ ജസ്റ്റ് ബെസ്റ്റ് ഫൈറ്റർ എന്നുള്ള ഡിബേറ്റ് അല്ല നമ്മൾ ചെയ്യുന്നത് ഇവിടെ. നമ്മൾ ഗോട്ട് ആണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഡിഫീറ്റ് ആവാത്ത ഒരു ചാമ്പ്യനാണ് ജോൺ ജോൺസ്. ഇതിന് കൗണ്ടറായിട്ട് ഞാൻ ആർഗ്യുമെൻ്റ് പറയട്ടെ. ഇപ്പം നമ്മളൊരു ഫൈറ്ററിൻ്റെ ഓവറോൾ റുട്ടീൻ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് DJ വാസ് UFC വല്ലാതെ ഹെയ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്തൊരു ഫൈറ്റർ ആയിരുന്നു DJ. സോ ഞാൻ മറ്റേ സിമ്പതി വെച്ചിട്ട് വല്ലാതെ വലിക്കുമല്ല, പക്ഷേ ആൾ മെൻ്റലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ഡസ് ഇമ്പാക്ട് ഇൻ എ ഫൈറ്റ്. ഇപ്പം കോർണറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹിസ് ഫൈറ്റ് സ്ട്രാറ്റജി വാസ് ടു ഡിഫീറ്റ് ദ ഒപ്പോണൻറ്റ് ബൈ മെൻ്റൽ, എന്നിട്ടാണ് റിങ്ങിനകത്ത് വരുന്നത്. സോ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലാണ് DJ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കൗണ്ടറായിട്ടൊരു ആർഗ്യുമെന്റ് പറയാൻ പോകുന്നത് ജോൺ വാസ് ഗോയിങ് ത്രൂ വേഴ്സ് ദാൻ ദാറ്റ്, അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഫോർ മൈ സേക്ക് John was accused of multiple times using steroids and stuff and like illegal substance. Actually, DJ is an athlete whereas he have not taken any steroids or anything. So I do think normally naturally ഒരാൾക്ക് അത്ര തന്നെ വൾണറബിൾ ആവാൻ പറ്റും. ഞാൻ സിമ്പിൾ ആയിട്ട് ആ ഡിബേറ്റിനെ ക്രോസ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ, DJയുടെ ഒരു 5 ഒപ്പോണന്റെ പേര് പറയാമോ? വേണ്ട, അത് പറയണ്ട. എക്സാക്ട്ലി. സോ ദാറ്റ്സ് ഇറ്റ്. അതായത് ഫ്ലൈ വെയ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു മെന്റാലിറ്റി അനുസരിച്ച്, അത് സാധാരണ മനുഷ്യന്മാരുടെ മെന്റാലിറ്റി അനുസരിച്ച് 55 കിലോ ഉള്ള ചെറിയ 2 പയ്യന്മാർ ഫൈറ്റ് ചെയ്യുന്ന കാണാൻ നമുക്ക് താല്പര്യമില്ല. അതൊക്കെ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അതൊരു എല്ലാവർക്കും ഒരു മൈൻഡ് ഇതുള്ളതാണ്. ഇപ്പം മറ്റേ പന്തോജയ്ക്ക് എന്തൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ളത്. പുള്ളി ഇപ്പം 3 ഡിഫൻസ് ചെയ്തു ടൈറ്റിൽ. അത് നല്ല ഫിനിഷോടെ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്തുകൊണ്ട് പുള്ളിയുടെ PPV പൗണ്ട് ഫോർ പൗണ്ട് റാങ്കിങ്ങിൽ പുള്ളി എൻ്റെ 8ാമത് 9ാമത് നടക്കുന്നത്. ഈവൻ DDPയും ജോൺ ജോൺസും എല്ലാവരും മേളിലാണ്. ഒരിക്കലും ജോൺസിനെ ഒന്നും 2ാം സ്ഥാനത്ത് ഞാൻ ഒരിക്കലും ജോൺസിന്റെ ഡൈഹാർഡ് ഫാനാണ്. ബട്ട് സ്റ്റിൽ ജോൺസിനെ ഒന്നും ഞാൻ 2ാം സ്ഥാനത്ത് ഒരിക്കലും വെക്കത്തില്ല. ബിക്കോസ് ജോൺസ് കഴിഞ്ഞ 3 വർഷത്തെ ഫൈറ്റ് ചെയ്ത് 2 പ്രാവശ്യമാണ്. സോറി, മേ ബി 5 വർഷത്തെ ഫൈറ്റ് ചെയ്ത് 2 പ്രാവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ കൺസിഡർ ചെയ്തില്ല. പക്ഷെ പന്തോജെ പോലത്തെ ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ചാമ്പ്യനെ ഇത്രയും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ മെന്റാലിറ്റി ഒരു 55 കിലോ ഉള്ള 2 പയ്യന്മാർ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെയൊക്കെ അത്ര ഉള്ള അതായത് ഒരു 78-80 കിലോ ഉള്ള 2 ആൾക്കാർ ഫൈറ്റ് ചെയ്താണ് നമുക്ക് കൂടുതൽ താല്പര്യം. DJ നല്ല രീതിയിൽ നല്ല ഫൈറ്റേഴ്സിനെ ഫേസ് ചെയ്തിട്ടില്ല എന്ന ആർഗ്യുമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വി കുഡ് ആർഗ്യൂ ദാറ്റ് ദോസ് ഫൈറ്റേഴ്സിനെ ഫൈറ്റ് സമയത്ത് തോറ്റിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡൊമിനിക് ക്രൂസിനെ ഫൈറ്റ് ചെയ്തപ്പോൾ തോറ്റു, സെഹൂദായിട്ട് ആദ്യത്തെ മാച്ച് ജയിച്ചു, 2ാമത്തെ മാച്ച് തോറ്റു. ഇറ്റ് വാസ് എ സ്പ്ലിറ്റ് ഡിസിഷൻ ആണ്. ഓക്കെ, സ്പ്ലിറ്റ് ഡിസിഷൻ ആണ്. ബട്ട് സ്റ്റിൽ തോറ്റ ലോസ് ഇസ് എ ലോസ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ച് നേരത്തെ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങൾ, ലോസ് ഇസ് എ ലോസ് ബൈ എന്താ പറയുക, ബൈ ലോസ് ആൻഡ് റൂൾസ്. പക്ഷെ അതർ ദാൻ എഴുതാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഡിബേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിയാണ്. അഗൈൻ ഞാനത് സിമ്പിളായിട്ട് ചോദിക്കാം. ഇപ്പം ഇഫ് വി കുഡ് നോട്ട് കൗണ്ട് എന്താ പറയുക DJ ഫൈറ്റ് ചെയ്ത ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫൈറ്റേഴ്സിനെ നമുക്ക് അങ്ങനെ ഭയങ്കര കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡസ് ദാറ്റ് മീൻ അത്രയ്ക്കൊരു വെയിറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഉള്ള ഒരാൾ ഈസ് എനി ലെസ് ഗ്രേറ്റർ ദാൻ അതേഴ്സ്? കാരണം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വലിയ മാറ്ററാണ്. അതായത് ഇപ്പം ഈ ലൈറ്റ് ഹെവി വെയിറ്റ് ആയിക്കോട്ടെ, ഈ ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ബെൽഫോർഡിനെ പോലെ ആൾക്കാർ, അല്ലെങ്കിൽ റാംപേജ് ജാക്സൺ, മച്ചിഡ, DC, ഇതൊക്കെ എന്താ പറയുക ചാമ്പ്യൻസ് ആൻഡ് ഓൾറെഡി ചാമ്പ്യൻ ആയി നിൽക്കുന്ന ഒരു ആൾക്കാരെ തോപ്പിക്കുമ്പം തീർച്ചയായിട്ടും അവിടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ കൂടുതൽ ചെയ്യുന്നത്. അതായത് ഇപ്പം ആരാണെന്ന് നോക്കിയോ, ജോൺസ് ഐ തിങ്ക് ഓൾമോസ്റ്റ് 7 ചാമ്പ്യന്മാർ 6 ചാമ്പ്യന്മാരെ തോപ്പിച്ചിട്ടുണ്ട് ജോൺസ്. അതായത് അപ്പം അത്രയും ഓൾറെഡി ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ്, അത്ര എസ്റ്റാബ്ലിഷ് നിൽക്കുന്ന ആൾക്കാരാണ് അവൻ ജോൺസ് തോപ്പിക്കുന്നത്. അല്ലാതെ ഒക്കെ ഒരു കണ്ടന്ററായിട്ട് ഓക്കെ ഞാൻ മറ്റവനെ തോപ്പിച്ചു അതുകൊണ്ട് ഞാനിവിടെ വെച്ചാൽ ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരല്ല തോപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം DJ വാസ് മൈ ഫേവറേറ്റ്. ലെറ്റ്സ് മേക്ക് DJ ഔട്ട് ഓഫ് ദി ടോപ്പിക്. ബിറ്റ്വീൻ ജോൺസ് ആൻഡ് GSP. അത് ടൈറ്റ് ആണ് ആക്ച്വലി. ബിക്കോസ് GSPക്ക് 2 ലോസ് ഉണ്ട്. എനിക്ക് മാറ്റ് സാറയും മാറ്റ് ഹ്യൂഗ്സും ആണ്. പക്ഷേ ഈ മാറ്റ് സാർ അത്ര ഒരു ഭയങ്കരമായ കിടലൻ ഫൈറ്റർ ഒന്നും അല്ല. പക്ഷേ മാറ്റ് ഹ്യൂഗ്സ് അമേസിംഗ് ഫൈറ്റർ ആണ്.
സോ എനിക്കൊന്ന് ഒരു സബ്മിഷൻ ലോസോ ഒരു TK ലോസോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ 2 പുള്ളി അവൻ ചെയ്തു. അതാണ് ഒരു മെയിൻ ഫാക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പിന്നെ ഒരു അലിഗേഷൻസ് ഇല്ല. എപ്പോഴും ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ള നേച്ചർ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഈവൻ ലാസ്റ്റ് ഫൈറ്റ് ബിസ്മിങ് ആയിട്ടുള്ള ലാസ്റ്റ് മിഡിൽ വെയിറ്റുള്ള ഫൈറ്റിൽ കുറച്ച് പ്രസ് കോൺഫറൻസിൽ ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും സ്റ്റിൽ GSP എന്നാ പറയുന്നത് ഫാൻസിന്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. ഒരിക്കലും ഒരു ആരും ഡിസപ്പോയിന്റ് ചെയ്ത ഒരാളായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ജോൺസനെ കണ്ടിങ്ങനെ വളർന്ന് വരുമ്പോഴാണ് പുള്ളി പീഡിക്ക് അല്ലെങ്കിൽ ഒരു ഗർഭിണിയെ ഇടിച്ചെന്നൊക്കെ പറഞ്ഞ് അകത്ത് പോകുന്നത്. അത് നമുക്ക് ഒരു ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ GSP ഒരിക്കലും നമ്മൾ ഫാനിനെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ടൈംസ് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും GSP ഈസ് ബെറ്റർ ദാൻ ജോൺസ് എന്ന് പറയാം. ബട്ട് സ്റ്റിൽ വീണ്ടും ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, അതായത് GSP തോപ്പിച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ 5 അല്ലെങ്കിൽ 10 പേരെ പേര് പറയാൻ പറയുകയാണെങ്കിൽ കുറച്ച് ടഫാണ്. ഒരു 5 പേരെ പേര് ഞാനും പറയാം. ബട്ട് സ്റ്റിൽ അതിൽ പറയാൻ പറ്റും. പക്ഷേ ജോൺസ് തോപ്പിച്ച ആൾക്കാരെ 2011 മുതൽ 24-25 വരെയുള്ള ആൾക്കാരെ ഞാൻ എണ്ണി പറയാം. ബിക്കോസ് ദേ വെർ ഫേമസ്. അവർ ഓൾറെഡി ഫേമസ് ആയുള്ള എസ്റ്റാബ്ലിഷ് ആയുള്ള ഫൈറ്റേഴ്സ് ആയിരുന്നു. അതാണ് ഡിഫറൻസ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പെഡ് അലിഗേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രഗ്നന്റ് വുമണെ ഹിറ്റ് ആൻഡ് റണ്ണ് അങ്ങനത്തെ പിന്നെ സ്വന്തം വൈഫിനെ ബീറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യം പറഞ്ഞാൽ ഇപ്പം പുള്ളി വൈഫും പിള്ളേരൊക്കെ ആയിട്ട് മാന്യമായി ജീവിക്കുന്നു. ഇപ്പം തായ്ലൻഡിൽ പുള്ളി അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഓക്കെ വാട്ട് എവർ. ഇടയ്ക്ക് MMA ഗുരുവിന്റെ ഗേ അലിഗേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, കേട്ടായിരുന്നു? അത് വേറെ. സോ ബേസിക്കലി ഒരു ഗോഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരാളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അനന്തിന് എന്തൊക്കെ കാര്യങ്ങളുമാണ്? എന്നെ സംബന്ധിച്ച് എൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് അയാൾ ആ സ്പോർട്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് പ്ലസ് വാട്ട് ഹി ഡൺ ഇൻസൈഡ് ദ കേജ്, അതാണ് ഞാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുഹമ്മദ് അലിയെ ഗോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി വെളിയിൽ എന്ത് കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്താണ് ഒരു സ്പോർട്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതായത് ഈവൻ കോണർ മക്ഗ്രഗറിനെ നമുക്ക് പറയാം. കോണർ ഉണ്ടാക്കിയ ഇമ്പാക്ട് വേറെ ഒരു മനുഷ്യനിവിടെ യൂസ് ഉണ്ടാക്കിയിട്ടില്ല. ബിക്കോസ് പുള്ളിയുടെ മൾട്ടിപ്പിൾ ലോസ് ആവാം, പുള്ളിയുടെ ഡ്രസ്ലിംഗ് അല്ലെങ്കിൽ ഗ്രാബ്ലിംഗ് വളരെ മോശമായിരുന്നു. നെയ്റ്റ് ഡിയാസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു ഭയങ്കര കുറവാണ്. ഹബീബ് സബ്മിറ്റ് ചെയ്ത് പോട്ടെ, ഹബീബ് സബ്മിഷൻ ആർട്ടിസ്റ്റ് ആണ്. പക്ഷേ നെയ്റ്റ് ഡിയാസ് സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ കുറച്ചിലാണ്. പക്ഷേ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്, ഡാഡു പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹബീബിനെ എന്തുകൊണ്ട് ഗോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന്. ആക്ച്വലി ഹബീബിന്റെ ഈ പറഞ്ഞ ഇമ്പാക്ട് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഹബീബ് ഒരു ഗോട്ടാണ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഹബീബിന് ഇമ്പാക്ട് മാത്രമേ ഉള്ളൂ. റെസ്യൂമേ നോക്കുമ്പോൾ 29 ആണ്. പക്ഷേ ഈ 29 ഓൾമോസ്റ്റ് 16 ഫൈറ്റ് റഷ്യയിൽ എവിടെയോ പോയി ഫൈറ്റ് ചെയ്തതാണ്. അതിൽ മോസ്റ്റ് ഒപ്പോണൻസും 2-3 ഫൈറ്റ് തോറ്റ്, അല്ലെങ്കിൽ ഇവൻ 2-2 ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞ് വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ എക്സാമ്പിൾ ഈ പുള്ളി ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് എടുത്ത ആളെന്ന് പറഞ്ഞാൽ അൽക്കൈൻ്റെ ഒരു ഡിസിഷനാണ്, 5 റൗണ്ട് ഡിസിഷനാണ് പോയത്. അൽക്കൈൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഫൈറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പുള്ളിയുടെ ഒരു ഡിസിഷനിൽ പോയി ജയിച്ചു. പിന്നെ ഒരു ടിബാവോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഗ്ലസൻ ടിബാവോ എന്ന് പറഞ്ഞ ഒരു ബ്രസീലിയൻ. അയാളുടെ ഒരു കോൺട്രവേഴ്ഷ്യൽ വിനുണ്ട് പുള്ളിക്ക്. അപ്പം അതൊരു പ്രശ്നമാണ്. അപ്പം അത് കഴിഞ്ഞാണ് പുള്ളി ഇപ്പം ഡസ്റ്റിൻ പോയിലറായിട്ട് സബ്മിറ്റ് ചെയ്തു, ജസ്റ്റിൻ ഗേജർ സബ്മിറ്റ് ചെയ്തു, കോണർ മക്കറിനെ സബ്മിറ്റ് ചെയ്തു. ഇത് അമേസിങ് വിന്നാണ്. ബട്ട് സ്റ്റിൽ 32-ാം വയസ്സിൽ 31-ാം വയസ്സിൽ ഒരു റിട്ടയർ ചെയ്ത് പോയതുകൊണ്ട് ഓക്കെ വാട്ട് ഇഫ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരും. എന്തായിരുന്നു പുള്ളിയോട് നിന്നിരുന്നെങ്കിൽ കമരു ഉസ്മാനായിട്ട് ഒരു പൊട്ടൻഷ്യൽ മാച്ച് ഉണ്ടായിരുന്നു, ഡാരിഷായിട്ട് ഒരു പൊട്ടൻഷ്യൽ മാച്ച് ഉണ്ടായിരുന്നു, ചാൾസ് ഒരുപാട് പൊട്ടൻഷ്യൽ മാച്ച് ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്ത പോയിന്റാണ് പുള്ളിക്കാരനെ നമ്മൾ ഗോട്ട് എന്ന് കൺസിഡർ ചെയ്യാനുള്ള റെസ്യൂം എന്ന് പറഞ്ഞ സംഭവമല്ലോ. ഇമ്പാക്ട് വെച്ച് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹബീബ് ഗോട്ടാണ്. പക്ഷേ റെസ്യൂം വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളി ഒരിക്കലും ഗോട്ടല്ല. യെസ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്തേണ്ടി വരും. സോ അഗെയിൻ താങ്ക്സ് ഫോർ കമ്മിങ്. പറയാൻ വിട്ടു, ഇതിപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാളെ വരുവാണെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം നാളെ KSRTC ബസ്സിൽ 2 കുപ്പിയുമായി കയറി വന്ന മനുഷ്യനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ എനിവേസ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒരു ഇരുത്തം കൊണ്ടിരിക്കാം. അതുവരെ വണക്കം.